ആനന്ദ ചിത്തനയ്യനയ്യപ്പ സ്വാമിയേ. നമുക്കറിയാം, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഭാരതത്തിൽ ആക്രമിച്ചു വന്ന ധാരാളം വൈദേശിക ശക്തികളുണ്ട്. അത് യൂറോപ്പിൽ നിന്നുണ്ട്, അറബ് രാജ്യങ്ങളിൽ നിന്നുണ്ട്. ഇവരുടെയൊക്കെ ഉദ്ദേശം നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അവർക്ക് ചില കച്ചവട താല്പര്യമായിരുന്നു. അല്ല, ഇതിൻ്റെ പ്രധാന ഉദ്ദേശം ഒന്ന്, മതപരിവർത്തനം നടത്തി ഹിന്ദു സമൂഹത്തെ ഇല്ലാതാക്കുക, അതുവഴി ഭാരത സംസ്കാരത്തെ ഇല്ലാതാക്കുക. അങ്ങനെ ഭാരതത്തെ ഇല്ലാതാക്കി ഈ ഭാരതം ഈ വൈദേശിക ശക്തികളുടെ പൂർണ്ണമായിട്ട് അവരുടെ കയ്യിൽ ഒതുങ്ങുക, അവരുടെ സംസ്കാരവും അവരുടെ മതവും എല്ലാം പ്രചരിപ്പിച്ച് ഇന്ന് മറ്റുള്ള സ്ഥലങ്ങളിൽ കാണുന്ന, അല്ലെങ്കിൽ സിറിയയിലോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലോ ഇറാഖിലോ ഒക്കെ കാണുന്നൊരവസ്ഥയിലേക്ക് ഭാരതത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരുന്നത്. വൈദേശിക ശക്തികളൊക്കെ ഭാരതം ഭരിച്ചെങ്കിലും ഇത്തരത്തിൽ അവർക്ക് വേണ്ട തരത്തിലൊരു പിന്തുണ അന്ന് കിട്ടിയിരുന്നില്ല. അതിശക്തമായ രീതിയിൽ ഹിന്ദു സമൂഹം അന്ന് തോൽപ്പിച്ചു വരെ. പല രീതിയിൽ പ്രലോഭനങ്ങളിൽ കൂടിയും ആക്രമണങ്ങളിൽ കൂടിയും എല്ലാം മതം മാറ്റത്തിനും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രമിച്ചെങ്കിലും വളരെ കുറച്ച് കാര്യങ്ങളെ നടന്നിട്ടുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള അവരുടെ നീചമായ പ്രവർത്തനം, ഇപ്പോൾ ശബരിമലയെ നമ്മൾ കാണുന്ന പോലെ നമ്മൾ അയോധ്യയും കാണണം. 1526 ബാബർ ഭാരതത്തെ ആക്രമിച്ച് ഡൽഹി കീഴടക്കി. അതുവഴി ഡൽഹി ആയിരുന്നു ഈ വടക്കൻ ഭാരതത്തിൻ്റെ പ്രധാന ഭാഗങ്ങളെല്ലാം ഭരിച്ചിരുന്നത്. അങ്ങനെ ഭരണാധിപനായി വന്നതിന് ശേഷം 1528 ബാബറിൻ്റെ മുഖ്യ സേനാധിപനായിരുന്ന മീർ ബാഖിം എന്ന ആളിനെ ഈ അയോധ്യയിലെ ഈ ശ്രീരാമക്ഷേത്രം തകർക്കാനായിട്ടും പകരവടൊരു ഈ പള്ളി പണിയാൻ ഉദ്ദേശിച്ച് അവിടെ ചെല്ലുകയും, പക്ഷേ അവിടുത്തെ ഹിന്ദു സമൂഹം ശക്തമായി എതിർത്തു. നമുക്കറിയാം, ആ യുദ്ധം നമ്മളിപ്പോൾ കഴിഞ്ഞ നവംബർ മാസത്തിലാണ് അത് തീർന്നു കിട്ടിയത്. നവംബർ 7 നമുക്ക് കിട്ടിയ വിധിയോടുകൂടിയാണ് അതിൽ അന്തിമ രൂപം വന്നു. ഇന്നിപ്പോൾ അവിടെ ഭവ്യമായ ക്ഷേത്രം പണിയാണ്. അവിടെ നമ്മൾ അറിയേണ്ട ഒരു വിഷയം, ഈ ഹിന്ദു സമൂഹം ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം വളരെ അന്നു മുതൽ തന്നെ കണ്ടിരുന്നു. അവരൊരിക്കലും അത് കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല. ഏതാണ്ട് 10-15 ദിവസം നിരായുധരായ ഈ ഭക്തജനങ്ങളുമായിട്ട് പോരാടിന് ശേഷം മാത്രമേ ഈ ക്ഷേത്രം പിടിച്ചടക്കാനായിട്ട് മീർ ബാഖിമിന് സാധിച്ചുള്ളൂ എന്ന് നമ്മൾ ചരിത്രം പറയുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകളാണ് മരണപ്പെട്ടത്. ഏതാണ്ട് മാറി മാറി വന്ന ഭരണാധിപന്മാരുടെ സമയത്തൊക്കെ ഈ ഹിന്ദു സമൂഹം ഈ ക്ഷേത്രം തിരിച്ചു പിടിക്കുന്നതിനുള്ള ശ്രമം നടത്തി. അങ്ങനെ 1982 വരെ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഈ ബലിദാനികളായവരുടെ എണ്ണം കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെടും. 3,70,000-ൽ പരം ഹിന്ദുക്കളാണ് രാമക്ഷേത്രം വീണ്ടെടുക്കുന്നതിന് വേണ്ടി ബലിദാനികളായത് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതിൻ്റെ പ്രാധാന്യം, നമ്മുടെ പൂർവികന്മാർ ക്ഷേത്രങ്ങളുടെ പ്രാധാന്യം അത് നിലനിൽക്കേണ്ട ആവശ്യം, സനാതനധർമ്മവും ഭാരതവും നിലനിൽക്കണമെങ്കിൽ ക്ഷേത്രങ്ങൾ ഉണ്ടാകണം എന്നുള്ള ആ ദാർഢ്യമായ വിശ്വാസം അവർക്കുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കിതിൽ നിന്നെല്ലാം കാണാൻ സാധിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ വൈദേശിക ശക്തികൾ തുടരെ നടത്തെങ്കിലും അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാതെ മടങ്ങിപ്പോകേണ്ടതായിട്ട് തോന്നുന്നു. അങ്ങനെ മടങ്ങിപ്പോയ വൈദേശിക ശക്തികൾ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇത്തരത്തിൽ ഈ അന്നത്തെ തരത്തിൽ മുമ്പ് നടന്നിരുന്ന പോലെ ഒരു കടന്നുകയറ്റമൊന്നും സാധ്യമല്ല എന്നുള്ളതുകൊണ്ട് അവർ പുതിയ തന്ത്രങ്ങളാണ് പ്രയോഗിച്ചത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവർ കൂടിയാലോചിച്ചപ്പോൾ നമുക്കറിയാം, പ്രധാനപ്പെട്ട ഇത്തരം ഭാരതത്തെ കീഴടക്കുന്നതിന് മുൻപുണ്ടായിരുന്ന ശക്തികൾ ഇസ്ലാമിക ശക്തികളും ക്രൈസ്തവ ശക്തികളുമായിരുന്നു. യൂറോപ്പിൽ നിന്ന് വന്ന ക്രൈസ്തവ ശക്തികളും. കാരണം അവർ ഈ യൂറോപ്പിൽ വന്ന ഓരോ ഭരണാധിപന്മാരും നടത്തിയ മതമാറ്റവും ഹിന്ദുക്കളെ കൊന്നൊടുക്കിയതും മതമാറ്റത്തിന് വേണ്ടി അവർ നടത്തിയ നീചപ്രവർത്തനങ്ങളും, അതുപോലെ തന്നെ ഇസ്ലാമിക അക്രമകാരികളും ഇവിടെ വന്ന് ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ഉദ്ദേശം ഇത് തന്നെയായിരുന്നു ഉള്ളത്. അപ്പോൾ അതിലൊന്നും വഴിപ്പെടാത്തപ്പോൾ അവർ ആധുനിക ഭാരതത്തിൽ, സ്വതന്ത്ര ഭാരതത്തിൽ, ഒരു ഡെമോക്രാറ്റിക് ജനാധിപത്യ ഭരണം നിലനിൽക്കുന്ന ഒരു നാട്ടിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഭാരതത്തിലെ ജനങ്ങളെ കീഴ്പ്പെടുത്താൻ സാധിക്കാത്തത്, ഭാരതത്തിനെ നമുക്ക് വെട്ടിമുറിച്ച് അല്ലെങ്കിൽ നമുക്ക് കൈവശപ്പെടുത്താൻ സാധിക്കാത്തതെന്ന് അവരാലോചിച്ചപ്പം, അല്ലെങ്കിൽ അവരുടെ ഗവേഷണത്തിൻ്റെ ഫലമായിട്ട് അവർ കണ്ടത്, എല്ലാ ഭാരതീയരെയും, അതായത് വ്യത്യസ്തമായ ജാതി സമൂഹങ്ങളും അല്ലെങ്കിൽ ഭാഷ, വേഷഭൂഷാദികളെല്ലാം വ്യത്യസ്തമാണ്, ഭക്ഷണ രീതികളും ഒക്കെ വ്യത്യസ്തമാണ്, എങ്കിലും ഈ ഭാരതത്തിലെ എല്ലാ ജനങ്ങളെയും ഒന്നിച്ചു കൂട്ടിയിണക്കുന്ന ഒരു ചരടുണ്ട്. ആ ചരടാണ് ആധ്യാത്മികത. ആധ്യാത്മികതയുടെ ചരടിലാണ് ഭാരതീയരെ കോർത്തിണക്കിയിരിക്കുന്നത്, ഭാരതത്തിലെ ഹിന്ദുക്കളെ കോർത്തിണക്കിയിരിക്കുന്നത്. ആ ചരട് പൊട്ടിക്കാതെ ഒരു കാരണവശാലും ഈ ഭാരതത്തിൽ കടന്നു കയറാൻ സാധിക്കില്ല, ഭാരതീയയുടെ മനസ്സിലേക്ക് കടന്നു കയറാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി ഈ പ്രതിലോമ ശക്തികൾ ഭാരതം സ്വതന്ത്രമായതിനു ശേഷം
ഇത്തരത്തിലുള്ള പ്രവർത്തനമാണ്, ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് നടത്തിയത്. അതിനൊക്കെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു ആധ്യാത്മിക തർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ പരിശ്രമത്തിൻ്റെ ഏതാണ്ട് ആദ്യത്തെ ഇരയായിരുന്നു 2002-2003 കാലഘട്ടത്തിൽ കാഞ്ചി കാമകോടി പീഠാധിപതി ജയേന്ദ്രസ്വര സ്വാമികൾക്കെതിരെ ഒരു ഗൂഢാലോചന ഉണ്ടാക്കുകയും അദ്ദേഹത്തെ ഇല്ലാത്ത കുറ്റം ചെയ്തു എന്ന് ആരോപിച്ച് കേസ് കൊടുക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെടുകയും കള്ളസാക്ഷിയൊക്കെ കൊണ്ടുവന്നു. പക്ഷേ അത് അവസാനം ആ കേസെല്ലാം നടന്നപ്പോൾ നമ്മൾ കണ്ടു അദ്ദേഹം നിരപരാധിയാണ് എന്ന് മനസ്സിലാക്കി. പക്ഷേ എത്ര നാൾ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു, എന്തെല്ലാം പീഡനങ്ങൾ അനുഭവിച്ചു. പക്ഷേ നമ്മൾ കണ്ടത് അത് ഒരാൾ മാത്രമല്ല, ധാരാളം സംഭവങ്ങൾ ഭാരതത്തിൽ ഒട്ടുക്കും ധാരാളം സംഭവങ്ങൾ അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം 2014 മാതാ അമൃതാനന്ദ അമ്മയുടെ നേരെ 17 വർഷം മുമ്പ് ആശ്രമം വിട്ടുപോയ ഗ്രേറ്റ് റെഡ്വെൽ എന്നൊരു സ്ത്രീ 17 വർഷങ്ങൾക്ക് ശേഷം അവരൊരു പുസ്തകം എഴുതി. അതിൽ അമ്മയെക്കുറിച്ചും അല്ലെങ്കിൽ ആശ്രമത്തെക്കുറിച്ചും ഒക്കെ വളരെ മോശമായ പരാമർശങ്ങളൊക്കെ വരികയും അത് ചില ചാനലുകളിൽ ചർച്ചയാവുകയും അത് വളരെ മോശമായ തരത്തിൽ വന്നപ്പോൾ ഹിന്ദു സമൂഹം അവിടെയും ശബരിമല വിഷയം പോലെ നമ്മൾ ഒന്നിച്ചു നിന്നുകൊണ്ട് അതിശക്തമായ താക്കീതാണ് ഈ പ്രതിലോമ ശക്തികൾ കൊടുത്തത്. 2014 മാർച്ച് മാസം 23-ാം തീയതി എറണാകുളം മറൈൻ ഡ്രൈവിൽ ധർമ്മരക്ഷാ സംഗമം എന്ന പേരിൽ 1.5 ലക്ഷം പേരോളം ഒന്നിച്ചുകൂടി. അത് ലോകമെമ്പാടുമുള്ള ആധ്യാത്മിക ആചാര്യന്മാർ, സന്യാസി സമൂഹം, അതുപോലെ തന്നെ ഹൈന്ദവ നേതൃത്വം, അങ്ങനെ ഒരു വലിയൊരു കൂട്ടായ്മ, ഇതുവരെ കാണാത്തൊരു കൂട്ടായ്മ. എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രത്തോളം ആളുകൾ ഒന്നിച്ചുകൂടി ഒരു ഹൈന്ദവ വിഷയത്തിൽ ഒരു ശക്തമായ തീരുമാനമെടുക്കുകയും ഈ പ്രതിലോമ ശക്തികൾക്ക് താക്കീത് കൊടുക്കുകയും ഉണ്ടായ ഒരു സംഭവം, വലിയ സംഭവം തന്നെയായിരുന്നു അത്. ഏതാണ്ട് അതോടുകൂടിയാണ് ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടായത്. അങ്ങനെ ധാരാളം വിഷയങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഗംഗേശാനന്ദ സ്വാമിയുടെ കാര്യം നമുക്കറിയാം, തിരുവനന്തപുരം സംഭവിച്ചു. അങ്ങനെ ധാരാളം കേരളത്തിലും അതുപോലെ തന്നെ കേരളത്തിന് പുറത്തും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഉദ്ദേശം ഞാൻ ഈ പറഞ്ഞ പോലെ ആധ്യാത്മിക ശക്തിയെ നശിപ്പിക്കണമെങ്കിൽ ആധ്യാത്മിക ആചാര്യന്മാരെ വില കുറച്ച് കാണിക്കുക, അവർ മോശക്കാരാണെന്ന് കാണിച്ചുകൊണ്ട് ഹൈന്ദവ സമാജത്തിൽ ഒരു മാനസികമായിട്ടുള്ള ഒരു വിഷമം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംശയം സൃഷ്ടിക്കുക. അങ്ങനെ ഒരു വഴി കൂടെ, മറ്റൊരു വഴി കൂടെ ക്ഷേത്രാചാരങ്ങളെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളൊക്കെ നിരന്തരമായിട്ട് കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു ഈ ക്ഷേത്രം എന്നൊക്കെ ഉള്ളത് അന്ധവിശ്വാസത്തിൻ്റെ കേന്ദ്രമാണ്, അതില്ലാതാകണം എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അതൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ അത്തരം വിഷയങ്ങളെല്ലാം കൊണ്ടുവന്ന് അത് ഹിന്ദുവിൻ്റെ എല്ലാ ആചാര വിചാര കേന്ദ്രങ്ങളെയും അതുപോലെ തന്നെ ആധ്യാത്മിക സ്ഥാപനങ്ങളെയും പ്രസ്ഥാനങ്ങളെയും ആചാര്യന്മാരെയും ഒക്കെ അവഹേളിച്ചുകൊണ്ട് ഹിന്ദുവിനെ മാനസികമായിട്ട് തകർത്ത് ഹിന്ദു സമൂഹത്തെ ഇല്ലായ്മ ചെയ്യാനും അവരെയൊക്കെ വെട്ടിമുറിച്ച് കീഴ്പ്പെടുത്താൻ പാകപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനമാണ് നമ്മൾ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഞാൻ എടുത്തു പറയുന്നത് കേരളത്തിൽ നമ്മുടെ രാജഭരണത്തിന് ശേഷമാണ് ഇത് കൂടുതൽ സംഭവിച്ചിരിക്കുന്നത്. കാരണം രാജാവ് എപ്പോഴും ഹിന്ദു ആയിരുന്നതുകൊണ്ട് രാജാവ് തീർച്ചയായിട്ടും ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ സംരക്ഷണം ഉൾപ്പെടെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു വിഷയമാണ്, അത് തന്നെ നമുക്ക് സംസാരിക്കാനുള്ള വലിയ വിഷയമാണ്. പ്രത്യേകിച്ച് തിരുവിതാംകൂറിലും കൊച്ചിയിലുമൊക്കെ ഈ ക്ഷേത്രങ്ങളെ എങ്ങനെ രാജാവ് സംരക്ഷിച്ചു എന്നും ക്രിസ്ത്യാനികൾ അത് കൈയടക്കാനായിട്ട് ബ്രിട്ടീഷുകാർ വഴി ബ്രിട്ടീഷുകാരുടെ 1811 മൺറോ എന്ന് പറഞ്ഞൊരു സാഹിബ് പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഒരു പ്രഖ്യാപനം വഴി ക്ഷേത്രസ്തുക്കൾ പിടിച്ചെടുക്കുകയും ഒക്കെയുള്ള വലിയ ചരിത്രങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1949 മെയ് മാസം 27-ന് തിരുവിതാംകൂർ മഹാരാജാവും മെയ് മാസം 29-ന് കൊച്ചി മഹാരാജാവും ഭാരത സർക്കാരുമായിട്ട് ഒപ്പിട്ട ഉടമ്പടി, നമ്മൾ കവനൻ്റ് എന്നാണ് പറയുക. അതിനകത്തൊക്കെ ക്ഷേത്ര സംബന്ധമായിട്ട് ധാരാളം വിഷയങ്ങളുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ രൂപീകരണം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൊച്ചി ദേവസ്വം ബോർഡ് രൂപീകരണം തന്നെ ഈ പറഞ്ഞ ഉടമ്പടി പ്രകാരമാണ്. ഇപ്പോൾ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ വിഷയവും നമുക്കറിയാം. ഇന്ന് ആ കേസ് ജയിക്കാൻ നമുക്ക് സാധിച്ചത് തീർച്ചയായിട്ടും ഉടമ്പടിയിൽ അന്ന് രാജാവ് കൃത്യമായിട്ടും വേണ്ട കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചതുകൊണ്ടും അതിനെ പ്രാധാന്യം നൽകി അന്നത്തെ കേന്ദ്ര സർക്കാർ അതിൻ്റെ ഭരണഘടനയിൽ തന്നെ വേണ്ട അംഗീകാരം നൽകുകയും കോടതിയിൽ പോലും അത് ചോദ്യം ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പല കാര്യങ്ങളും അതിനകത്ത് എഴുതി പിടിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് അന്തിമമായിട്ട് കേരള ഹൈക്കോടതി രാജകുടുംബത്തിനെതിരായിട്ട് വിധി പ്രഖ്യാപിച്ചെങ്കിലും അത് തികച്ചും തെറ്റായിട്ടൊരു കാര്യമായിരുന്നു എന്ന് അത് വായിച്ചു നോക്കുമ്പോൾ ആർക്കും മനസ്സിലാവും. പക്ഷേ പിന്നീട് സുപ്രീം കോടതിയിൽ അത് കൃത്യമായിട്ടും ജസ്റ്റിസ് യു ലളിതും ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയും അവരുടെ ജഡ്ജ്മെൻറ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ അവകാശങ്ങൾ സ്ഥാപിക്കണം. അങ്ങനെ രാജകുടുംബത്തിൻ്റെ അവകാശം പൂർണ്ണമായിട്ട് സ്ഥാപിക്കുകയാണ് അവിടെ ചെയ്തത്. അങ്ങനെ ഞാൻ പറഞ്ഞത് രാജഭാഷക്കാലത്തൊക്കെ കൃത്യമായിട്ടും ഇതിനൊക്കെ വേണ്ട നടപടി ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് സ്വതന്ത്ര ഭാരതത്തിൽ ഞാനീ പറഞ്ഞ പ്രതിലോമ ശക്തികൾ ജനാധിപത്യത്തെ ദുരുപയോഗം ചെയ്തു. അവർ ഈ പണം മുടക്കി കൃഷി ഇറക്കുന്നത് പോലെ അവർ പണം മുടക്കി ജനാധിപത്യത്തിൽ കൃഷി ഇറക്കുകയാണ് ചെയ്തത്. അത് ഞാനീ പറഞ്ഞ ഈ 2 സെമറ്റിക് മതങ്ങളും ചെയ്ത് അങ്ങനെ തന്നെയാണ്. അവർ പല പേരിൽ
ഈ ഏത് കൂട്ടുകെട്ടിലും ഇടത് വലത് കൂട്ടുകെട്ടോടൊപ്പം നിന്നുകൊണ്ട് ഹിന്ദു സമാജത്തെ ഇല്ലാതാക്കാനും എല്ലാ സ്വത്തുക്കളും പിടിച്ചെടുക്കാനും ക്ഷേത്രധ്വംസനത്തിനും എല്ലാം പാകപ്പെടുന്ന ഒരു രീതിയിലേക്ക് കേരളത്തെ മാറ്റി മറിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അപ്പോൾ അത്തരത്തിൽ ഈ സനാതനധർമ്മത്തെ ഇല്ലാതാക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ മുന്നിൽ കാണുമ്പോൾ പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല. അപ്പോൾ ഞാനീ പറഞ്ഞത് ആ വിഷയങ്ങൾ നമുക്ക് കൂടുതൽ സംസാരിക്കാനല്ല, ഞാനതൊക്കെ സൂചിപ്പിച്ച് പോകാൻ മാത്രമേ ഇന്ന് നിവൃത്തിയുള്ളൂ, സമയക്കുറവ് മൂലം. അപ്പോൾ ശബരിമലയും ഈ പറഞ്ഞ പോലെ അതുപോലൊരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ പ്രാധാന്യം അങ്ങനെ തന്നെ കാണണം. അപ്പോൾ അതിന് നമ്മൾ എടുത്ത നടപടികളാണ് എനിക്കിനി പറയാനുള്ളത്. ആനന്ദചിത്തനയ്യനയ്യപ്പ സ്വാമിയേ.